ഹലോ. ഈ വീഡിയോ ഞാൻ ആരെയും മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോ ഒന്നുമല്ല കേട്ടോ. ആക്ച്വലി ഈ വീഡിയോ എനിക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ ഇത് കാണുന്ന നിങ്ങളിൽ ഒരാൾക്കേലും ഈ ഒരു വീഡിയോ കൊണ്ടൊരു മാറ്റം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതേ കാര്യം എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് ഈ വീഡിയോ കൊണ്ട്. ഞാൻ കാര്യം ഓപ്പണായിട്ട് പറയാം. എനിക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ട്. ഡ്രീംസ് എന്ന് പറയുമ്പോൾ വളരെ വലിയ ഡ്രീംസ് ഒക്കെയാണ് ഉള്ളത്. അതായത് ഒരു പീസ്ഫുൾ ലൈഫ്, ഹെൽത്തി ബോഡി, ഡിസിപ്ലിൻഡ് റുട്ടീൻ, പഠനത്തിൽ സക്സസ്, ഫിനാൻഷ്യൽ ഫ്രീഡം, നല്ലൊരു കരിയർ, അതേപോലെ നല്ലൊരു യൂട്യൂബ് ചാനൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ബട്ട് ഞാൻ ആ ഡ്രീംസിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും വർക്ക് ചെയ്യുന്ന ഒരാളാണോ എന്ന് ചോദിച്ചാൽ സത്യസന്ധമായി പറയുകയാണെങ്കിൽ അല്ല. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം. കാരണം ഞാൻ ഡ്രീംസും ഗോൾസും ഒന്നും ഇല്ലാത്ത ഒരാളല്ല, ബട്ട് അതിന് വേണ്ടിയിട്ട് ആക്ഷൻസ് എടുക്കാത്ത ഒരാളാണ്. എനിക്ക് പ്ലാനേഴ്സ് ഉണ്ട്, ടു ഡു ലിസ്റ്റ് ഉണ്ട്, നോട്ട് ബുക്സും ജേർണൽസും ഉണ്ട്, അതുപോലെ തന്നെ ഗോൾസ് എഴുതി വെച്ചിട്ടുണ്ട്, വിഷൻ ബോർഡ്സ് പോലും എനിക്കുണ്ട്. ബട്ട് മിക്കവാറും ദിവസങ്ങളിലും ഞാൻ മണിക്കൂറുകളോളം ഫോൺ സ്ക്രോൾ ചെയ്യും. എടുക്കുമ്പോൾ ഒരു 5 മിനിറ്റ് മാത്രം എന്ന് പറഞ്ഞിട്ടായിരിക്കും ഫോൺ എടുക്കുക. പക്ഷെ അത് ചിലപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞാലും 2 മണിക്കൂർ കഴിഞ്ഞാലും ഒക്കെ അതിൻ്റെ കയ്യിലുണ്ടാകും. പിന്നെ രാത്രി കിടക്കുമ്പോൾ ഗിൽറ്റ് ഫീൽ ചെയ്യാൻ തുടങ്ങും. ഞാനൊന്നും ചെയ്തില്ല, ഞാൻ ഭയങ്കര ലേസിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. പിന്നെ കിടക്കുമ്പോൾ തീരുമാനിക്കും, നാളെ മുതൽ എന്തായാലും വിചാരിച്ച പോലെയൊക്കെ ചെയ്യണമെന്ന്. ബട്ട് അടുത്ത ദിവസം വീണ്ടും ചെയ്ത കാര്യങ്ങൾ തന്നെ റിപ്പീറ്റേഷനായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഐ തിങ്ക് എൻ്റെ ബിഗ്ഗസ്റ്റ് എനിമി എന്ന് പറയുന്നത് ലേസിനെസ് അല്ല, കംഫേർട്ടാണ്. അതായത് കംഫേർട്ട് സോൺ. അതായത് ഇപ്പോൾ എനിക്ക് ഒരു കാര്യം ചെയ്യാതെ ഇങ്ങനെ ലേസി ആയിട്ട് ഇരിക്കുന്നത് ഭയങ്കര ഈസിയാണ്. ബട്ട് ഒരു 5-6 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഈ കാര്യം ആലോചിച്ചിട്ട് ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് അടിക്കുന്നത് ചിലപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു കംഫേർട്ട് സോണിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ എനിക്കത് മനസ്സിലാവുന്നുണ്ടെങ്കിലും ഞാൻ അതിന് വേണ്ടിയിട്ടൊന്നും വർക്ക് ചെയ്യുന്നില്ല. കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേ അതിന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻസും എടുക്കുന്നില്ല. ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഞാൻ തീരുമാനിക്കാനുള്ളൊരു കാരണം ഇതാണ്. കാരണം ഇനി എനിക്കൊരു എക്സ്ക്യൂസ് പറയാൻ പറ്റരുത്. കാരണം നിങ്ങൾ ഈ വീഡിയോ കാണും, ഒരാളാണെങ്കിലും 2 ആളാണെങ്കിലും ഈ വീഡിയോ കാണും. ഞാനും ഈ വീഡിയോ വീണ്ടും വീണ്ടും കാണും. അപ്പോൾ ഓരോ തവണ കാണുമ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയല്ലേ പറഞ്ഞത് എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിൽ വരും. അപ്പോൾ അത് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ എനിക്കതാണ് വേണ്ടത്, അതായത് ഒരു ഹെൽത്തി പ്രഷർ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും മോട്ടിവേഷന് വേണ്ടി അന്വേഷിച്ച് നടക്കും. പക്ഷെ എനിക്ക് വേണ്ടത് മോട്ടിവേഷനല്ല, അക്കൗണ്ടബിലിറ്റിയാണ്. അതായത് ഇന്ന് ഞാൻ പറയുന്ന ഓരോ വേർഡ്സിനും നാളെ മുതൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ് കഴിയുന്ന ആ ഒരു നിമിഷം മുതൽ ഞാൻ അക്കൗണ്ടബിൾ ആയിരിക്കണം. ഞാൻ പെർഫെക്റ്റ് ആവില്ല, എനിക്ക് 100% ഉറപ്പാണ്. നല്ല മടിയുള്ള ദിവസങ്ങൾ വരും, ബാഡ് ഡേയ്സ് വരും, തീരെ പഠിക്കാൻ തോന്നാത്ത ദിവസം വരും, വർക്കൗട്ട് സ്കിപ്പ് ചെയ്യുന്ന ദിവസം വരും, റുട്ടീൻസ് കറക്റ്റ് അല്ലാത്ത ദിവസം വരും. പക്ഷേ ഈ ഒരു തവണ ഞാൻ ക്വിറ്റ് ചെയ്യില്ല. അതായത് ഒരു ദിവസം മിസ്സായാൽ രണ്ടാമത്തെ ദിവസം വീണ്ടും തുടങ്ങും. കാരണം കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നെവർ ഫെയിലിംഗ് അല്ല, ഓൾവേസ് കമ്മിങ് ബാക്ക് ആണ്. ആൻഡ് ഇത് കാണുന്ന നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടോ ഞാൻ ക്യാപ്പബിൾ ആണ് പക്ഷെ ചെയ്യുന്നില്ല? അങ്ങനെയാണെങ്കിൽ പ്ലീസ് ഇന്ന് തന്നെ തുടങ്ങുക. നാളത്തേക്കോ അല്ലെങ്കിൽ നല്ലൊരു ദിവസത്തേക്കോ നല്ലൊരു മാസത്തേക്കോ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. ഇന്ന് തന്നെ തുടങ്ങുക. ഒരു ചാപ്റ്റർ മാത്രം വായിക്കുക, ഒരു 5-10 മിനിറ്റ് മാത്രം നടക്കുക, ഫോൺ ഒരു 5 മിനിറ്റത്തേക്ക് വേണ്ടി മാത്രം മാറ്റി വെക്കുക, നിങ്ങളുടെ സറൗണ്ടിങ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക, ഒരു പേജ് ജേർണൽ എഴുതുക. അങ്ങനത്തെ കാര്യങ്ങൾ, ചെറിയ ചെറിയ ആക്ഷൻസ് ആണ് വലിയ ഡിഫറൻസസ് കൊണ്ടുവരിക. അപ്പോൾ നമ്മളെ ഫ്യൂച്ചർ വേർഷനെ അഡ്മയർ ചെയ്യും. പക്ഷേ ആ ഫ്യൂച്ചർ വേർഷൻ എന്ന് പറയുന്നത് ഇന്ന് ചെയ്യുന്ന ചെറിയ ചെറിയ ഡിസിഷൻസ് കൊണ്ടാണ് ഉണ്ടാവുന്നത്. നോബഡി സഡൻലി ബിക്കം സക്സസ്ഫുൾ, നോബഡി സഡൻലി ബിക്കം ഡിസിപ്ലിൻഡ്, നോബഡി സഡൻലി ചേഞ്ചസ്, ബട്ട് ഇറ്റ് ഹാപ്പൻസ്. ഓക്കെ, വൺ ഡിസിഷൻ അറ്റ് എ ടൈം, വൺ ഡേ അറ്റ് എ ടൈം. ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് വ്യൂസിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കൂടണം എന്ന് വേണ്ടിയിട്ടൊന്നും അല്ല. ഇത് ഞാൻ എനിക്ക് തന്നെ കൊടുക്കുന്നൊരു പ്രോമിസാണ്. അതായത് ഒരു 6 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് ഈ വീഡിയോ കാണുമ്പോൾ ഓക്കെ, ഞാൻ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പാലിച്ചു എന്ന് എനിക്ക് എന്നോട് തന്നെ ഒരു പ്രൗഡ് തോന്നണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പെർഫെക്റ്റ് മൺഡേ അല്ലെങ്കിൽ പെർഫെക്റ്റ് മന്ത്, പെർഫെക്റ്റ് മൂഡ്, ഇതിനൊന്നും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. സ്റ്റാർട്ട് ബിഫോർ യു ആർ റെഡി.
ഓക്കെ? ബിക്കോസ് ഒരു ദിവസം നിങ്ങൾ ഇന്നത്തെ നിങ്ങളോട് നന്ദി പറയും. ഞാൻ ഈ ജേണി ഇന്നാണ് തുടങ്ങുന്നത്, നിങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാം. നോട്ട് പെർഫെക്റ്റ്ലി ബട്ട് കൺസിസ്റ്റൻ്റ്ലി. See you in the next video and hopefully with a better version of ourselves. Thank you and love you all.